നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ച എന്ന മെസ്സേജ് ആകുന്നു. അതിലേക്കായി 2 പത്രോസ് 1-ാമത്തെ അധ്യായം 1 മുതൽ 11 വേദഭാഗങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായതുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതു നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഈ വക നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കുകയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ വേദഭാഗം വായിച്ചിരിക്കുന്ന കർത്താവെ, വചനം കർത്താവാകുന്നു. ആ വചനത്തിന്റെ ആത്മീക മർമ്മങ്ങളെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വിളമ്പി തരണമേ. കർത്താവെ, 7 വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് വില്യം മരിയം ബ്രിൻഹാമിലൂടെ സ്വർഗത്തിൽ അങ്ങയുടെ മണവാട്ടി എപ്രകാരമായിരിക്കണമെന്ന അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങ് ഞങ്ങൾക്ക് ആ വചനത്തെ വിവരിച്ചു തന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും അങ്ങയുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ മണവാട്ടി അങ്ങ് തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വരുന്ന ഓരോ മണവാട്ടിയും യൗവണ്ണം ജീവിക്കണം എന്ന് കർത്താവ് തീരുമാനിച്ച് ഇന്നും ആ സന്ദേശം എടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവരെയും ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. ജാതികളുടെ സംഖ്യ തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയും. എന്നുള്ള കർത്താവ്, ജാതികളുടെ സംഖ്യ തികഞ്ഞിട്ടില്ല. ആ ശുശ്രൂഷ അങ്ങ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുക. ആ ശേഖരിച്ചു വരുന്ന ദൈവത്തിന്റെ മണവാട്ടി യൗവണ്ണമായിരിക്കണമെന്ന അങ്ങയുടെ ഹൃദയത്തിന്റെ ദാഹമാകുന്നു അങ്ങ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ വചനപ്രകാരം ജീവിച്ചുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിൽ നമ്മെ സഹായിക്കണമേ. ഇതിനുള്ളിൽ നിന്ന് കർത്താവ് നമ്മോട് സംസാരിക്കണമേ. ഞാൻ ശരിയായൊരു ജീവിതമല്ല എങ്കിൽ അത് എനിക്ക് ഒരുപക്ഷെ അറിയില്ല. കർത്താവെ, അങ്ങേക്കത് അറിയാം. അതിനാണ് ആത്മാവിനെ നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് പറയുന്നത്. കർത്താവെ, അങ്ങയുടെ ആത്മാവിനാൽ നമ്മെ വഴി നടത്തപ്പെടുന്നവേ. ആത്മാവ് വഴി നടത്തപ്പെടുന്ന ഏവനുമാണ് ദൈവത്തിന്റെ മക്കൾ. ആദ്യം മക്കളാണ്. മക്കൾ പ്രായപൂർത്തിയാകണമെങ്കിൽ ദൈവവചനത്തിൽ വളർച്ചയുണ്ടാകണം. ആ ആത്മീക വളർച്ച പ്രാപിച്ചിട്ടാണ് മണവാളൻ അല്ലെങ്കിൽ മണവാട്ടിയുടെ അവസ്ഥയിലേക്ക് എത്തുന്നത്. ആ മണവാട്ടി വിവാഹ നിശ്ചയത്തിനായി നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് നമ്മുടെ വിശ്വാസം. ഇനി മണവാളന്റെ സാന്നിധ്യമുണ്ടായി ആ മണവാളനോടൊപ്പം എടുക്കപ്പെടുവാൻ തന്റെ തന്നെ വചനമാകുന്ന വസ്ത്രമണിഞ്ഞ് നീതിയുടെ വസ്ത്രമുള്ളവരായി കാണുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇരിക്കാം എല്ലാവരും. ഹല്ലേലൂയ. സ്തോത്രം. വചനം വായിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞിരുന്നു. ഇനി പാസ്റ്ററുടെ ദൗത്യമാണ്. പാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ട് പോകാം എന്ന് വന്നവരൊന്നും വിശ്വാസികളല്ല. പറയുന്നൊരു വിഷമം വിചാരിക്കരുത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സമയം നിങ്ങളുടെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, എന്നോട് സംസാരിക്കണമേ.
ഇന്ന് ദൈവശബ്ദം കേൾക്കുവാനാണ് നാം വന്നത്. ഇവിടെ പാസ്റ്റർ സംസാരിക്കുന്നത്, ഇത് വായിക്കുന്ന ശബ്ദം കേൾക്കാൻ, ഇത് നമ്മുടെ കയ്യിലുണ്ട് പുസ്തകം, നമുക്ക് തന്നെ വായിക്കാൻ കഴിയും. പോരാ, സഭ കർത്താവിന്റെ വരവുവരെയും 5 ഫോൾഡ് മിനിസ്ട്രി ഉണ്ട്, സഭയിൽ പുരോഹിതനാക്കിയിരിക്കുന്നു. അപ്പോൾ കർത്താവിന് തന്റെ ജനത്തോട് സംസാരിക്കാനുള്ളത് ഇവിടെ നിന്ന് സംസാരിക്കും. പക്ഷേ ദാഹിക്കുന്ന നിങ്ങൾ ഉണ്ടെങ്കിലേ കർത്താവ് സംസാരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ദാഹത്തോടു കൂടെ ആയിരിക്കണം. ഇന്ന് വന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് വന്നു, ആ ആചാരം അല്ലെങ്കിൽ കർമ്മം നിവർത്തിക്കാം എന്ന രീതിയിലായിരിക്കരുത് വന്നത്. ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ ശബ്ദം തിരിച്ചറിയും, ഭർത്താവ് ഭാര്യയുടെ ശബ്ദവും തിരിച്ചറിയും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഭക്തി കഴിഞ്ഞു, ഭക്തി ക്ഷമ കഴിഞ്ഞിട്ട് ഭക്തിയുടെ കാര്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് നാം ഭക്തി കാണിക്കേണ്ടത്? നമ്മൾ അവസാനം കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് നിർത്തിയതാണ്. ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടതുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട്. അതിനല്ല ഭക്തി കാണിക്കേണ്ടത്. ഭക്തി ഉണ്ടാകേണ്ടത് മാനുഷികമായ ഒരു ഭക്തിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മാനുഷികമായ ഭക്തിയെങ്കിൽ ഈ ലോകത്തുള്ള സഭക്കാരെല്ലാം ഭക്തി കാണിക്കുന്നു. ദൈവത്തിന്റെ ജനം ദൈവത്തെ എങ്ങനെ ഭക്തിയോടെ ആരാധിക്കണം, സ്തുതിക്കണം എന്നത് മനുഷ്യർക്കറിയില്ല, ദൈവത്തിനെ അറിയാവൂ. അതുകൊണ്ട് ആ ഭക്തിയുള്ള ജീവിതവും സ്തുതിയും ആരാധനയും എങ്ങനെ എപ്രകാരം എന്ന് നമ്മളിലൂടെ ചെയ്തെടുക്കുന്നതും ദൈവാത്മാവാണ്. അത് തീരുമാനിച്ചിട്ടാണ് ഏതൊരു വ്യക്തിയും പാപം മോചിച്ച് ദൈവസഭയിൽ കടന്നു വരുമ്പോൾ പാപമോചന സ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം 2 മാസം മുമ്പ് എടുത്താണ്, ഒരിക്കലും ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ കഴിയില്ല. നമുക്ക് കഴിയാത്തൊരു ജീവിതം നമ്മളിൽ ഇരുന്നു കൊണ്ട് ജീവിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവാണ് ദൈവാത്മാവ്. ആ ആത്മാവിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ജീവിക്കുകയും ചെയ്യാത്തവരും ദൈവത്തിനുള്ളവരല്ല. അതുകൊണ്ടാണ് ഏക ശരീരമാകുമാറ് നാം എല്ലാം ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നത്. അപ്പോ ചുരുക്കം എന്താണ്? ഭക്തി കാണിക്കേണ്ടത് എന്റെ പ്രകടനത്തിലല്ല. കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ വന്ന് വളരെ ഭക്തിയോടുകൂടെ, അങ്ങനെയൊന്നുമല്ല. അത് ഹൃദയത്തിൽ നിന്ന് വരണം. ഹൃദയത്തിൽ നിന്ന് വരാത്തതൊക്കെയും ദൈവത്തിൽ നിന്നല്ല. ഹൃദയത്തിൽ നിന്ന് എന്ന് വെച്ചാൽ ആത്മാവിൽ നിന്ന് വരുന്നതാണ് ആത്മാവ് സ്വീകരിക്കുന്നത്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നതുമില്ല. അപ്പോൾ നമ്മളുടെ ജഡീകതയെ അടിച്ചൊതുക്കി, അതിനാണ് ആദ്യം വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സഭയിൽ വരുമ്പോൾ ആദ്യം നമ്മുടെ സകല ചിന്താകുലങ്ങളും ഭാരങ്ങളും പുൽപ്പറ്റിൽ കൊണ്ടിടുക, പ്രാർത്ഥിക്കുക. കൊടുത്ത ദൈവം വിശ്വസ്തനെന്ന് നമ്മൾക്ക് മനസ്സിലായാൽ സ്വതന്ത്രമായിട്ട് അവിടെ ഇരിക്കുക. ബൈബിൾ വായിക്കുകയോ പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഇവിടെ മെസ്സേജ് പ്ലേ ചെയ്യും, അത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവിൽ പുറത്തു നിന്ന് വന്ന അവസ്ഥ മാറി മാറി നാം ആത്മവിവശതയിലാവുകയാണ്. അത് കഴിയുമ്പോൾ പുരോഹിതനോ സോങ് ലീഡറോ മുമ്പോട്ട് വന്ന് 2-3 പാട്ട് പാടുകയും നമ്മൾ വീണ്ടും ആത്മവിവശതയിലാവുകയും തുടർന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ഉണർന്ന് ഇരിക്കുന്നത്, വികാസം പ്രാപിക്കുന്നത്. ആ വികാസം പ്രാപിച്ച ആത്മാവിലേക്കുള്ള മന്നയാണ് സഭയിൽ സംസാരിക്കുന്നത്. അത് ഈ ആത്മീക മന്ന നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദൈവവും തമ്മിലാണ് ബന്ധം. ജഡശരീരത്തെ അവിടെ നിന്ന് വസൂലിയും കൊടുത്ത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ആത്മാവിനെ പൂർണ്ണമായി സമർപ്പിക്കണം. അത് നമ്മുടെ ചർച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോഴാണ് അതിന്റെ ഫലം. കാര്യം എന്താ? വില്യം ബ്രൺഹാമിന് നമ്മളുടെ മുന്നിൽ മുട്ടുവെത്തണമെന്ന് ഒരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ ജനം അങ്ങനെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ച പ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അതിന്റെ ആദ്യം മുതലേ നമ്മൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ വന്നു എന്ന് ദൈവം കണക്കിടും. അവിടെ മുതൽ ഓരോന്നോരോന്നും ഇവിടെ കഴിഞ്ഞ ആഴ്ച എടുത്താണ്, ദൈവത്തിന്റെ വചനം നമ്മളിൽ ഉണ്ട് എങ്കിലേ ദൈവത്തിന് ക്രിയ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതും ദൈവ വചനമാണ്, അല്ലെ? വിശ്വാസം കേൾവിയാലും കേൾവി
ദൈവത്തിന്റെ വചനത്താലും. തിരിച്ചുപോയാലോ, ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, കേൾവി വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, വിശ്വാസം ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പാനാണ്. എന്താണ്? ഇന്ന് എനിക്ക് എന്താണോ മന്ന ആവശ്യം അതെന്റെ ആത്മാവിനറിയാം. ആ തേങ്ങൽ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷെ എങ്ങനെ ഞാൻ എന്നെ ഒരുക്കണമെന്നത് ദൈവ ഇഷ്ടം. ആ മന്നയ്ക്കാണ് ഞാനും തോന്നുന്നത്. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അതുകൊണ്ട് സകല കാര്യങ്ങളും വിട്ടിട്ട് ഏകാഗ്രതയോടുകൂടെ കർത്താവിലാണോ അല്ലയോ എന്ന് പാസ്റ്റർ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇരിക്കരുത്, അടുത്ത വിശ്വാസിയെ കാണിക്കാൻ ഇരിക്കരുത്. ദൈവം സകലതും കാണുന്നു. കർത്താവിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമാകുന്നു എന്ന ദൈവ സ്നേഹത്താൽ. ദൈവ ഭയം എന്നുള്ള വാക്കല്ല, അത് നമ്മളോട് പഠിപ്പിച്ചാണ്. ഭയം എന്ന് പറയുന്നത് ഭയമല്ല, ദൈവ സ്നേഹത്താലുള്ള നമ്മുടെ ഒരു അനുസരണമാണ് ആ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആയിരുന്നാൽ അങ്ങനെയുള്ള ഒരു ഭക്തിയാണ് ദൈവം ഇവിടെ പറയുന്നത്. അല്ലാതെ ഞായറാഴ്ചയെ കൈയടിക്കാം, പാട്ടുപാടാം, ആചാരത്തിനും അതല്ല. അതൊക്കെ പ്രാകൃത മനുഷ്യൻ ചെയ്യുന്നതാണ്. ദൈവാത്മാവുള്ള മനുഷ്യൻ ഭക്തിയിൽ എന്തുകൊണ്ടാണ്? അതായത് കർത്താവ് നമ്മെ വിളിച്ചു, സ്നേഹിച്ചു, എനിക്ക് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായത് അതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് അർഹതയില്ലാത്ത എനിക്ക് ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു. കർത്താവ് യോഗ്യതയില്ലാത്ത നമ്മെ സ്വർഗീയങ്ങളിൽ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ ആ കർത്താവിനെ സ്തുതിക്കുവാനും പിന്നെ ആരാധിക്കാനും നമ്മൾ വാക്കുകൊണ്ട് മാത്രം പറയുകയാണ്. ആരാധന എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ മരിപ്പിച്ച് കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അങ്ങനെ ഉള്ള സമർപ്പണമാണ് ആരാധന. അത് നമ്മുടെ ഈ പ്രയത്ന ശേഷം. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് എന്റെ ഭക്തിയല്ല, മാനുഷികമായ ഒരു പിടിപിടിപ്പോ അല്ലെങ്കിൽ ഒരു വെപ്രാളമോ ഒന്നുമല്ല. ദൈവ ആത്മാവിനാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു തേങ്ങൽ, ദാഹം, സമർപ്പണം, ഇതൊക്കെയാണ്. ഓക്കെ, ആരാണ് വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആരാണ്? ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ചിത്രത്തിന്റെ താഴെ നിന്ന് തുടങ്ങിയവർ. ഓക്കെ, അപ്പോ വേറെ ഒന്നും വിചാരിക്കരുത്. ഇവിടെ ദൈവം പഠിപ്പിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്നവരല്ല വിശുദ്ധന്മാർ. ഇതൊരു പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ചയാണ്. ഇത് ദൈവസഭയുടെ വളർച്ച മുകളിലേക്കാണ്. ലോകത്ത് കാണുന്ന ജഡീക സഭയുടെ വളർച്ച ഈ പിക്ചർ നേരെ തിരിച്ചു വെച്ചാൽ എങ്ങനെയാണ്? അങ്ങനെയാണ്. 1 or 2 പേരായിട്ട് വരും, ചെറിയൊരു കൂട്ടമായിട്ട് തുടങ്ങും, പിന്നത്തേതിൽ വലിയ ഒരു ജനസമൂഹമാകും, സഭകൾ മുഴുവനും. പക്ഷെ ദൈവസഭ അങ്ങനെയല്ല. വലുതായിട്ട് തുടങ്ങി ഓരോ വചനപ്രകാരം നാം നമ്മെ തന്നെ ചെത്തി വെടിപ്പാക്കുമ്പോൾ എന്താ വഴി ഇടുക്കമുള്ളത് വാതിൽ കണ്ടെത്തി. വഴി എന്ന് പറയുന്നതാണ് ഉപദേശം. വഴി ഞെരുക്കമുള്ളത്. ഇവണ്ണം ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒതുക്കണം. ആത്മാവിനാൽ, ഞാൻ ബുദ്ധിയിലല്ല, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവിൻ, എന്നാൽ ജീവിക്കുമെന്ന. അപ്പൊ ദൈവത്തിന്റെ സഭയാണെങ്കിൽ വലിയ കൂട്ടമായിട്ട് വന്നിട്ട് ചെറിയൊരു കൂട്ടം, ഇതാ ചെറിയ കൂട്ടത്തിന്റെ കർത്താവ് താക്കോൽ കൊടുക്കുവാൻ അല്ലെങ്കിൽ അധികാരം കൈമാറാൻ ഇഷ്ടപ്പെടുന്നു. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, ഇവിടെ നിന്ന് അവിടെ നിന്ന് 2 പേർ ഇരിക്കും, ഒരാളെടുക്കും. അപ്പോൾ ഇപ്പൊ ഇവിടെ വായിച്ചത് ഞാൻ പറഞ്ഞതുപോലെ ചിത്രം താഴെ കാണുന്നത് പോലെ ഇവിടെ നിന്ന് വലുതായിട്ട് തുടങ്ങിയിട്ട് ഇത് എഫെസോസ് സഭാകാലം നമ്മളിവിടെ കണ്ടതാണ്. ഇത് നോക്കൂ, എഫെസോസ് സഭാകാലത്ത് ഈ എല്ലാ കാലത്തുള്ളതിനേക്കാൾ വലിയ കൂട്ടരാണ് വിശ്വാസത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഞാനിത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് അന്ന് ഈ പരിശുദ്ധാത്മാവ് വന്ന സമയത്ത് അവര് സുവിശേഷം അറിയിച്ചല്ലോ. അന്ന് ജീവിച്ചിരുന്നതിൽ 80% കണക്കിട 80% വിശ്വാസികളായിരുന്നു എന്നാണ് കരുതിയത്. ഒരു ദിവസം കർത്താവ് പറയണ അങ്ങനെയല്ല, അതിനൊരു വിനോദനം കൂടെ തന്നു. ആ കാലത്തിന്റെ പുതിയ നിയമത്തിന് സുവിശേഷം അറിയിച്ചതിൽ ഏറിയ ഭാഗവും വിശ്വസിച്ചവരായിരുന്നു. അറിയിച്ചതിൽ വിശ്വസിക്കാത്തവരുടെ കണക്കാണ് ഇത്. അപ്പോഴാണ് കർത്താവ് നിങ്ങൾ അറിയില്ലെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ അറിഞ്ഞുപോയി, അതുകൊണ്ട് നിങ്ങളുടെ പാപം വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ അറിയാത്ത പ്രദേശങ്ങളുണ്ട്. ഇപ്പൊ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ പള്ളികളാണ് അല്ലെ? എല്ലാ വിവിധ തരം ഉപദേശങ്ങളുണ്ട്. ഈ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് 98 എന്ന് പറയാൻ പറ്റില്ല, 91%, 1% ഉണ്ടാവുള്ളൂ. ഇത്രയും പേരും അറിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞവരാ. അറിയാത്തവർ ധാരാളമുണ്ട്. അറിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞ, അറിഞ്ഞില്ലെങ്കിൽ കൊള്ളാമായിരുന്നു, അറിഞ്ഞിരിക്കുന്നു എന്ന് അവർക്കാണ് പാപമെന്ന്. അപ്പൊ വിശ്വസിക്കാത്തവരുടെ എന്നാണ് അല്ലെ?
ഇത്രയും നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? ഈ വെള്ള കാണുന്ന ഇത്രയും വിശ്വാസികൾ എന്നാ പറയുന്നത്, വിശുദ്ധന്മാരെന്നല്ല. ഇപ്പോൾ വായിച്ചത് വിശുദ്ധന്മാർ ഇവിടെയല്ല തുടങ്ങുന്നത്, വിശുദ്ധന്മാർ വരുന്നത് ഇവിടെയാണ്. ഹോളി ഗോസ്റ്റ് സഹോദര പ്രീതിയുടെ നേടി പരിശുദ്ധാത്മാവ് പ്രാപിച്ച് തലക്കല്ലാകുന്ന ക്രിസ്തുവിലേക്ക് എടുക്കപ്പെടുന്നതിന്, ബന്ധിക്കപ്പെടുന്നതിന് യോഗ്യരായിരിക്കുന്നവർ മാത്രമാണ് വിശുദ്ധന്മാർ. സഭയിൽ എല്ലാ ടൈപ്പും ഉണ്ടാകണം. അതുപോലെ ഇത് ഇത്രയും നമ്മൾ വിശ്വാസി എന്ന് പറയുന്നെങ്കിലും ഈ വിശ്വാസികളുടെ ഇടയിൽ 3 ഗണമുണ്ട്. ആ 3, അപ്പോൾ ഈ കാലത്ത് അപ്പോസ്തലന്മാരുടെ വിശ്വാസം വിളിച്ചു പറഞ്ഞപ്പോൾ ഇവരെല്ലാം കേട്ടു, അറിയാം യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവ്, വിടുതൽക്കാരൻ എല്ലാം അറിയാം, സ്നാനം യേശു ക്രിസ്തു നാമത്തില് എല്ലാം അറിയാം. പക്ഷെ അറിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞവരാണ് ഇത്രയും പേര്. അറിഞ്ഞിട്ട് വിശ്വസിച്ചവർ ഇത്രയും. ഇതിൽ നിന്നാണ് കർത്താവ് തന്റെ മണവാട്ടിയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭ വിശുദ്ധന്മാർ എപ്പോഴും ഈ വരച്ചിരിക്കുന്ന പ്രകാരം ആയിരിക്കും എന്നാണ്. ഓക്കെ, നമ്മളെപ്പോഴും പാടാറുണ്ട് യേശുവിനെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ എന്നൊക്കെ. നമ്മൾ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണോ പാടുന്നതെന്നാ ചോദിക്കുന്നത്. നമുക്ക് പൂർണ്ണമായ ഒരു ഭക്തി എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ഇവിടെ വീര്യത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് പരിജ്ഞാനത്തിലേക്ക് പോകുന്നു, പിന്നെ ഇന്ദ്രിയജയത്തിലേക്ക്, പിന്നെ സ്ഥിരതയിലേക്ക് പോകുന്നു, ഇപ്പോൾ ഭക്തിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതൊന്നും വിട്ടിട്ടല്ല മുകളിലേക്ക് പോകാൻ. എന്തുകൊണ്ടാണ്? ഓരോന്നും വിളക്കി ചേർക്കുകയാണ്. വിളക്കി ചേർക്കുക വെച്ചാൽ ഒന്നൊന്നിനോട് ഏതാണ് വ്യത്യാസം, ഏതാണ് വേറെ എന്ന് അറിയാൻ കഴിയാത്ത തരത്തിൽ വിശ്വാസമുള്ള വ്യക്തിക്ക് വീര്യമുണ്ടായിരിക്കും സുവിശേഷം നിമിത്തം. അതായത് ഒരു തെറ്റ് ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ഒരു പ്രതികൂലമായ സാഹചര്യമായി വരുമ്പോഴും ആ എബ്രായ ബാലന്മാർ നോക്കൂ, അതിനോടൊപ്പം അറിഞ്ഞ വിശ്വാസത്തിൽ വീര്യമുള്ളവരായിരുന്നു. അവർ വിട്ടുകൊടുത്തില്ല, സാഹചര്യത്തിനനുസരിച്ചൊന്നും അവർ നിന്നില്ല. വീര്യം, ആ വീര്യം വരുമ്പോൾ ഇത് രണ്ടും വിളക്കി ചേർത്ത് ഒന്നായി കഴിഞ്ഞാൽ, ഇത് ഈ വിളക്കി ചേർത്ത് എന്താണ്? മറ്റൊരു ക്രിസ്തുവാണ്. മുകളിൽ വരുമ്പോൾ ഒരു പരിപൂർണ മനുഷ്യന്റെ സമ്പൂർണ്ണ വളർച്ച, ഒരു ക്രിസ്തുവിനെ ഇവിടെ കാണാൻ പറ്റും. മുകളിൽ ഭക്തിയായിട്ടുള്ളൂ, സഹോദര പ്രീതിയുടെ വരുമ്പോൾ ആണ് ഒരു ക്രിസ്തുവിന്റെ രൂപം നമ്മളിൽ ആകുന്നത്. അപ്പോ ഓരോന്നും വിളക്കി ചേർത്ത് പരിജ്ഞാനം, ഇന്ദ്രിയം, ക്ഷമ, ഭക്തി. ഓക്കെ, യേശുവിന്റെ നമ്മൾ പറഞ്ഞതാണ്, ഒരു കർണത്തടിച്ചപ്പോൾ മറു കർണവും കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ഒരാൾ കാണിച്ചു, വചനം ഉണ്ടല്ലോ നീ ഇവിടെ അടിച്ചിട്ട് പോ എന്നതല്ല എന്ന് കർത്താവ് പറയുന്നത്. എന്താണ്? സുവിശേഷം നിമിത്തം, എന്റെ നാമം നിമിത്തം ഒരുവൻ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് ഓടാനല്ല, വീണ്ടും ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ അവർ വീണ്ടും ഉപദ്രവിക്കും. ആ ഉപദ്രവം ഒരടി കൊണ്ട് ഞാൻ ഇനി എന്നെ അടിക്കില്ല, നിങ്ങൾ പറഞ്ഞ വിശ്വാസത്തിൽ വരാമെന്ന് പറഞ്ഞ് ഞാനിത് ഉപേക്ഷിക്കുകയല്ല. വീണ്ടും അറിഞ്ഞ ദൈവവചന സത്യത്തിൽ വെളിപ്പാട് നിൽക്കുമ്പോൾ എതിർത്ത് നിൽക്കുന്നവൻ വീണ്ടും ഉപദ്രവിക്കും. അതുകൊണ്ടാണ് ഒരു കാരണത്തെ അടിക്കുന്നത്, മറിച്ച് കേട്ട് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ അവൻ അടിച്ചോളൂ. നമ്മൾ ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ഉപദ്രവിച്ചോളും. നോക്കൂ, യേശു അവനെ ഉപദ്രവിച്ചവരെ തിരികെ ശകാരിച്ചില്ല. നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നമ്മളൊന്നും ഇങ്ങനെ അല്ല, നമുക്ക് തന്നെ അറിയാം. 1 പറഞ്ഞാൽ 10 പറഞ്ഞില്ലെങ്കിൽ ഞാൻ മരിച്ചവനെ പോലെ ആയിന്ന. പക്ഷെ മരിച്ചവനെ പോലെ ആയാലേ ദൈവത്തിന്റെ ജീവൻ എന്നിൽ വന്ന് ജീവിക്കുകയുള്ളൂ. ഈ ലോകത്തിന്റെ സ്വഭാവപ്രകാരം ഞാൻ എന്നെ മരിപ്പിക്കണം. മരിച്ചാൽ മറ്റുള്ളവർ എന്ത് മിണ്ടാതിരിക്കണം. ഇത്രയും പറഞ്ഞിട്ടും അതെ, ഞാൻ പണ്ടേ ക്രിസ്തുവിൽ മരിച്ചുപോയി, ഇനി എന്നിൽ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രയേ. അതുകൊണ്ട് ഒരു കാരണവശാലും ക്രിസ്തു ചെയ്ത് നമുക്ക് മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നതിന് അപ്പുറമായി പോകാൻ ശ്രമിക്കരുത്. അപ്പോൾ ഭക്തിയുള്ളവൻ എപ്പോഴും ഒരു കാര്യത്തിനായി ഉറ്റുനോക്കുന്നവനായിരിക്കും. എന്ത് കാര്യം? എപ്പോഴും അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കും. ഈ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അവിടെ കണക്കിടേണ്ടത് പിതാവ് മക്കൾ എങ്ങനെ ആയിരിക്കണമെന്ന നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്ന് ജഡശരീരത്തിൽ വന്ന് ജീവിച്ചത് പിതാവാണ്. പക്ഷെ പുത്രൻ എന്ന് വിളിച്ചെന്താ? ആ ശരീരത്തിൽ ഇരുന്നവന്റെ ഉള്ളിലെ ആത്മാവാണ് വഴി നടത്തിയത്. ആത്മാവ് വഴി നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ. നമ്മളും അങ്ങനെ ആകാൻ സ്വർഗത്തിലെ പിതാവായ ദൈവ ഇഷ്ടപ്രകാരം ഒരു ശരീരത്തിൽ വന്നിട്ട് ആ ശരീരത്തെ നമുക്ക് കാണുന്നതിന് വേണ്ടി അനുഭവിച്ചും അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല, അനുഭവിച്ചും ജീവിച്ചൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അത് പിതാവിന്റെ ഇഷ്ടം. അതാ പുത്രൻ പറഞ്ഞത്. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ നമ്മുടെ ജഡത്തിലുള്ള അപ്പന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്, പറയുന്നതും എല്ലാം. അങ്ങനെയല്ല. അതാ യേശു പറഞ്ഞത്, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. അപ്പൊ ദൈവം എന്ന ആത്മാവ് എന്നെ വഴി നടത്തിയില്ലെങ്കിൽ
നമുക്കിത് മനസ്സിലാകും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയോ സംസാരിക്കുകയോ അല്ലെങ്കിൽ പാപത്തിലെ വീഴുകയോ ചെയ്താൽ ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. കർത്താവ് ഉടൻ സറണ്ടർ ആയിക്കോളണം. അടുത്തൊരു നിമിഷത്തേക്ക് വെക്കരുത്. അടുത്ത നിമിഷം ചിലപ്പോൾ കർത്താവ് വന്നാൽ പോകില്ല. ഏറ്റു പറയാത്ത പാപം ക്ഷമിക്കില്ല. ഏറ്റു പറയണം. അത് ഹൃദയം എന്താ പശ്ചാത്താപത്തോടു കൂടെ തന്നെ പറയണം. ഓക്കെ. അപ്പൊ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. യേശു നമുക്കൊരു മോഡൽ കാണിച്ചു തരും. നിങ്ങൾ ഇവിടെ നിന്നും ഇവിടെ ഇവിടെ ഓക്കെ, ഓരോ സ്ഥലത്ത് വന്നതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ പരിപൂർണ. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന മാനസാന്തരം തെറ്റ് പറ്റിപ്പോയവന് വേണ്ടിയിട്ട് ജാഗരൂകരായിരിക്കുകയും നമ്മളും തെറ്റിലാണെങ്കിൽ തെറ്റിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ക്രിസ്തുവിനോട് ചേരുവാനുള്ള ദാഹത്തോടുകൂടെ ആയിരിക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഇനി സ്നേഹം അല്പം പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വരി തന്നെ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് സ്നേഹം. ലൈവ് കട്ടായി. സ്നേഹം സഹോദര പ്രീതിയോട് ചേർത്ത് കൊള്ളുക. അപ്പം വെറുതെ കഥ കേട്ടു പോകുന്നവരാകരുത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ചുറ്റുപാടിന് എത്രയോ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ജനമുണ്ട്. അവരോടല്ല ബ്രദർ പാസ്റ്റർ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇട്ട് തരാം ബാക്കിയുള്ളത്, അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അവരോടല്ല ദൈവം ഇപ്പം ഈ പഠിപ്പിക്കുന്നത്, തൻ്റെ ജനത്തെ പഠിപ്പിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മൾ അങ്ങനെ ആകാതെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ പോവുകയാണെങ്കിൽ ക്രിസ്തുവിൽ നട്ട മരമല്ല, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും പിതാവ് വെട്ടി തീയിലിടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ. പരിഹസിക്കുന്നവർ അപ്പോൾ മനസ്സിലാക്കാം ഏത് ആത്മാവിലാണ് എന്ന്. കർത്താവിന് ചെവി കൊടുക്കുന്നവരാകാം. മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ചെവി കൊടുക്കുന്നവരാകണ്ട. കർത്താവിന് വേണ്ടി ചെവി കൊടുക്കുന്നവരായാൽ അവർ നമ്മെ പരിഹസിക്കും. എന്തുകൊണ്ട്? എൻ്റെ നാമം, അതായത് വചനം നിമിത്തം പഴി ദൂഷി നിന്ന പരിഹാസമുണ്ട്. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? പലതവണ കളിയാക്കിയാലും മിണ്ടാതിരിക്കുക. എന്ത് അപവാദം പറഞ്ഞാലും കാര്യം എന്താ? ഇന്നലെ നമ്മൾ കാറിൽ പോയിട്ടുന്ന ഒരു കാര്യം ടാക്ട് കൊടുക്കാൻ പറ്റുന്നപ്പോൾ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല എന്നാണ്. എനിക്കെതിരെ നിൽക്കുന്ന വ്യക്തിക്കെതിരെ ഞാൻ സംസാരിക്കാൻ പോകാതെ കർത്താവേ എന്ന് പറഞ്ഞിരുന്നാൽ ദൈവം പ്രവർത്തിക്കും. ദൈവം അയാളെ കൊന്നുകളയുന്നല്ല. നമ്മൾ ചിന്തിക്കുന്ന ലെവലിൽ അവനൊരു കഷ്ടത കൊടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. അപ്പൊ എൻ്റെ ഉള്ളിൽ എന്താ? ക്ഷുദ്രപ്രയോഗം. ക്ഷുദ്രക്കാരും ബിംബാരാധികളും സ്വർഗരാജ്യം പ്രാപിക്കില്ലെന്നാ. ആ വ്യക്തി അനുഭവിക്കും. കൈയും കാലും ഒടിഞ്ഞ രോഗിയായിട്ട് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ എൻ്റെ മുമ്പിൽ വരുമെന്ന് വെച്ചാൽ ശാപവാക്കാ പുറന്നത്. അത് ക്ഷുദ്രപ്രയോഗം. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവർ സ്വർഗരാജ്യം പ്രാപിക്കില്ല. യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കണം. അതവിടെ അവൻ മാനസാന്തരപ്പെട്ട് വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാതെ അതിനെതിരെ നീ അതിന് യോഗ്യനല്ല, നിനക്കുള്ള ക്വാളിറ്റി ഇല്ല, അതല്ല ഇതില്ല, അല്ലെങ്കിൽ നീ എന്തിനാ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവൻ അനുഭവിക്കും. എന്നെയല്ലേ ഉപദ്രവിച്ച, ഞാൻ ദൈവത്തിന്റെ ജനമാണ്, ഇങ്ങനെ ഒന്നുമല്ല യേശു പറഞ്ഞത്. യേശു ദൈവം തന്നെ ആയിരുന്നിട്ടും തന്നെ ഉപദ്രവിച്ചവൻ കൂടി അവനും കൂടെ പോയി മരിക്കുകയാണ് ചെയ്തത്. അവനും കൂടെ പോയി മരിച്ചാലേ അവന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്നേഹം കൂട്ടിക്കൊള്ളേണ്ടത് സഹോദര പ്രീതിയോടുകൂടി സ്നേഹം ചേർത്ത് കൊള്ളുക. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ടേപ്പിൽ കേൾക്കുന്നവരുണ്ട്. ഇത് ഞാൻ പഠിപ്പിക്കുന്ന ഓക്കെ. രാശിചക്രത്തെക്കുറിച്ച് പറയാം. അതൊക്കെ ഇപ്പോൾ ഇവിടെ തീരില്ല, വേറൊരു സമയത്ത് പറയാം. രാശിചക്രത്തെക്കുറിച്ച് ഒരു പിക്ചർ ഇവിടെ ഇല്ല, ഞാൻ പഠിപ്പിക്കാം. ഈ കാലം ലിയോ എന്ന ചക്രമാണ് രാശിചക്രത്തിൽ. അതിൻ്റെ പിക്ചർ ഞാൻ കൊണ്ടുവരാം. ആ ലിയോ എന്ന ജീവി അത് ക്യാൻസർ യുഗമാണ്. പ്രവാചകന്റെ കർത്താവ് പഠിപ്പിച്ചിരിക്കും. ഇപ്പോൾ ക്യാൻസർ യുഗമാണ്. ആ ലോകത്ത് നമുക്കറിയാം ആഹാര സാധനങ്ങളുടെ മാലിന്യ പ്രകാരവും പാപത്താലും ക്യാൻസർ യുഗം തന്നെയാണ്. ഓക്കെ. ഈ സ്നേഹം എന്ന് പറയുന്നത് തലക്കല്ലാകുന്നു. ഈ സഹോദര പ്രീതി കൂട്ടിക്കൊള്ളുമ്പോൾ ഈ വളർച്ചയുടെ ആദ്യഘട്ടം ഭൂമിയിൽ ദൈവം ഒരു മനുഷ്യനെ വളർത്തിയെടുക്കാൻ ആഗ്രഹിച്ച ലെവലിൽ അവൻ വളർച്ച പൂർത്തിയാക്കി. ദൈവമാണ് നമ്മൾ വളർന്നു, ദൈവം നോക്കുന്നില്ല. ദൈവത്തിന് നമ്മൾ ഇരുന്നു കൊണ്ട് ആത്മീക മനുഷ്യനെ വളർത്തുവാൻ തക്കവണ്ണം നാം നമ്മെ വിട്ടുകൊടുത്ത് വളർച്ച പൂർത്തിയായാൽ അവനിലാണ് ഹോളി ഗോസ്റ്റ് സീൽ ചെയ്യുന്നത്. സീൽ ചെയ്യുന്നത് എന്തിനു വേണ്ടി? ആ മനുഷ്യൻ തോളിന് താഴെയാണ് മനുഷ്യ ശരീരം.
കഴുത്താണ് പരിശുദ്ധാത്മാവ്. എന്തിനാണ് പരിശുദ്ധാത്മാവ്? തലയാകുന്ന ക്രിസ്തുവുമായി ബന്ധപ്പെടാൻ. ക്രിസ്തു അവനുമായി ചേർന്ന് ഏക ആത്മാവായി ഈ തലക്കല്ലുമായി ചേരുന്നതിനാണ് സഹോദരപ്രീതി. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച വ്യക്തിയായിട്ടല്ല നമ്മൾ അവരെ കാണാൻ. അങ്ങനെ കാണുന്നുവെങ്കിൽ നമ്മൾ വീണുപോകും, ലോകപ്രകാരം വീണുപോകും. ആ വ്യക്തിയിൽ ക്രിസ്തു ഇരിക്കുന്നു. ക്രിസ്തു ആ വ്യക്തിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞതാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ശാപവാക്ക് പറഞ്ഞാൽ ഞാൻ ബിംബാരാധിക്കും, ശൂദ്രക്കാരനാണ്. അങ്ങനെ വരുമ്പോൾ പ്രവാചകൻ പറഞ്ഞിരുന്നപ്പോ ശാപം അവരുടെ മേലും. ഇപ്പം ഞാൻ എന്നെ വേദനിപ്പിച്ച ഒരാൾക്ക് വേണ്ടി ഞാൻ കഠിനമായി പറഞ്ഞു, നീ അങ്ങനെ തന്നെ അനുഭവിക്കും, നീ ഒന്നും രക്ഷ പ്രാപിക്കില്ല, നീ അനുഭവിക്കുന്നത് ഞാൻ കാണും എന്ന് എൻ്റെ വാ കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തിക്കുക ചെയ്താൽ അത് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത് പാപവും അതിൻ്റെ ശാപം അത് അവർക്ക് ഉണ്ടാവുകയും ക്രിസ്തുവിൽ അല്ലെങ്കിൽ അതിൻ്റെ പാപം എവിടെ നിന്നാണോ ഇത് ഉരുവിട്ട് പോയത് ആ വ്യക്തിയുടെ മേൽ പാപം നിൽക്കും. സ്വർഗത്ത് പോകുമോ? പോകില്ല. അപ്പോൾ ശാപം അവിടെ പോയി പാപം ആ വ്യക്തിയുടെ മേൽ നിൽക്കും. ഇത് ദൈവത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ മറ്റുള്ളവരെ ശപിക്കുവിനെന്നല്ല ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. അനുഗ്രഹിക്കാൻ പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിച്ചു പോ, ദൈവം അനുഗ്രഹിക്കും. അങ്ങനെയല്ല. അതും കർത്താവ് ഹൃദയങ്ങൾ നോക്കും. സ്നേഹത്തിൽ കർത്താവ് കാണിച്ചു തന്നതുപോലെ സ്നേഹത്തിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കണം, അതെനിക്ക് കാണണം എന്ന ദാഹത്തോടുകൂടെ അനുഗ്രഹിക്കുന്നുവെങ്കിലാണ് ശരീരം പൂർത്തിയായി ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് തലക്കല്ലുമായി യോജിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഈ തലയാണ് പരിശുദ്ധനായ ദൈവം പരിശുദ്ധനായ ആത്മാവിനെയാണ് ഈ ശരീരവുമായി ബന്ധിപ്പിക്കുന്നത്. ആദ്യമായിട്ട് പരിശുദ്ധനായ ദൈവം പരിശുദ്ധ ആത്മാവിനെ ഈ മനുഷ്യനുമായി ബന്ധിപ്പിച്ചിട്ട് ആ പരിശുദ്ധാത്മാവിലാണ് പരിശുദ്ധൻ മാത്രമായ ദൈവവുമായി കണക്ട് ആവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് മനസ്സിലായത്, നമുക്കൊരിക്കലും ക്രിസ്തുവിൻ്റെ വളർച്ച വളരാൻ കഴിയില്ല. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ദൈവസ്നേഹം, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ക്രിസ്തു എന്നിൽ വന്നിട്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന ലെവലിൽ എന്നെ വളർത്തുവാൻ ഞാൻ എന്നെ വിട്ടുകൊടുക്കുക. എന്താ? എല്ലാറ്റിനും മഹത്വം കർത്താവിന് വേണം. അല്ല എനിക്ക് പറ്റി, ഞാൻ ക്ഷമിക്കും, ഞാൻ വളരും, ഞാൻ വചനം വായിക്കും, ധ്യാനിക്കുമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നിങ്ങളായിക്കോളൂ. ഇല്ല, കർത്താവിൻ്റെ കൃപ എഴുന്നേക്കാം. കർത്താവിൻ്റെ കൃപയില്ലാതെ എനിക്ക് കഴിയില്ല കർത്താവേ എന്ന് പറയുന്നിടത്താണ് അടുത്തൊരാഴ്ച എടുക്കേണ്ടി വരും. ഈ പച്ചപ്പുഴു വീട്ടിൽ തുള്ളൽ എന്നൊക്കെ ബന്ധങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാലത്ത് ഒരു കർത്താവ് ഒരു മനുഷ്യനെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള മെസ്സേജ് നമ്മൾ എടുക്കാം. ഇത് തീരട്ടെ. അപ്പോൾ നമുക്ക് ആ ലിയോ രാശി ചക്രത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓക്കെ, എഴുന്നേൽക്കാം. ഇരിക്കാൻ ബുദ്ധിയുള്ളവരിക്കുക. ലാസ്റ്റ് പ്രയർ സമയത്ത് എഴുന്നേറ്റാൽ മതി. പ്രായമുള്ളവരിയ്ക്കുക. ഞാൻ അല്പസമയം വിശദീകരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നത് ദൈവശബ്ദം കേൾക്കാൻ. എന്തിനാണ്? എൻ്റെ ഉള്ളിലൊരു ആത്മീക മനുഷ്യനുണ്ട്. ആ ആത്മീക മനുഷ്യൻ ആ ശബ്ദം മാത്രമേ ഗ്രഹിക്കുകയുള്ളൂ. ആ ശബ്ദം കേട്ടാണ് ഈ ആത്മീക മനുഷ്യൻ വളരേണ്ടത്. കണ്ണടച്ചിരിക്കാം. ധ്യാനത്തോട് നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്കാൻ നിൽക്കുകയാണ്. എൻ്റെ ഉള്ളിലെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തി മറ്റൊരു ക്രിസ്തുവാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ദൈവം എന്നിൽ വച്ചിരിക്കുന്ന ഒരു അവസരമാണ് ഈ ശരീരത്തിൽ ഇപ്പോൾ ഞാനിവിടെ ആയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ ആത്മീക വളർച്ച എന്നിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ദൈവം നമ്മെ സ്നേഹിക്കുന്ന മഹാസ്നേഹമാണ് ഇപ്പോൾ ഈ സന്ദേശം നമ്മുടെ അടുക്കിലേക്ക് വന്നത്. ഇത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ പാപം വർദ്ധിക്കും. ഒരു കാര്യം ഓർത്തുകൊള്ളുക, യേശു സ്നാനമേ, ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് വരും എന്നുള്ളതല്ല, ബൈബിളിൻ്റെ കാര്യമാണ്. വിശ്വാസം വർദ്ധിക്കും തോറും പ്രതികൂലവും വർദ്ധിക്കുമെന്ന് നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവ് വരും തോറും പരീക്ഷകനത് തിരിച്ചറിയാൻ കഴിയും. അവൻ പ്രതികൂലം വർദ്ധിപ്പിക്കും. ഇന്നലെ വരെയും അയൽവാസിയോ ദൂരെ കൂടെ പോകുന്നവരോ ഒരാളായിരിക്കാം വചനത്തിൽ നിന്ന് വീഴിക്കുന്നതിന് ശ്രമിച്ചത്. ഇനി ഒരുപക്ഷെ സഭയിലുള്ള വ്യക്തി തന്നെ ആയിരിക്കാം. വിശ്വാസിയെന്നും മണവാട്ടിയെന്നും പാസ്റ്ററാണെന്നും പറഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ സ്വർഗീയ ദർശനങ്ങൾ കാണുന്ന വ്യക്തിയാണെന്ന് പറയുന്നവരായിരിക്കാം. ആ വ്യക്തി വന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ അവരോട് സുവിശേഷം അറിയിച്ച് വന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളെ ആത്മീയമായി നേടാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചില്ല, നിങ്ങളാണോ എന്നോട് പറഞ്ഞത് എന്ന് പോലും ചോദിച്ചുകൊണ്ട് നമ്മൾ പൊട്ടിത്തെറിക്കാം. സാഹചര്യത്തെ പിശാച് നമുക്ക് പ്രതികൂലമാക്കുമ്പോൾ ബുദ്ധിക്ക് അതീതമായിരിക്കും.
ഒരിക്കലും ഞാൻ ചിന്തിക്കുന്ന ലെവലിൽ പോകാൻ കഴിയാത്തൊരു വ്യക്തിയെ കൊണ്ട് മുമ്പിൽ നിർത്തി തരും. അപ്പോഴും ഈ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് സഹായം ചോദിക്കുക. കർത്താവേ, പരിശുദ്ധാത്മ ശക്തി ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വചനം വിശ്വസിച്ച് എനിക്കിനി അങ്ങനെ ജീവിക്കണമെന്നൊരു തീരുമാനമെടുക്കുമ്പോഴോ ആ വചനത്തിൽ നിന്നും എടുത്ത തീരുമാനത്തിൽ നിന്ന് തെറ്റിക്കുന്നവൻ, നോക്കൂ, യേശു സ്നാനമേറ്റ് കയറി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. എന്തിന് നടത്തി? പരീക്ഷിക്കുന്നതിന് വേണ്ടി നടത്തി. അവിടെ ചെന്നപ്പോഴതെല്ലാം കാണിച്ചു കൊടുത്തത്. അതുപോലെ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ, ഇന്നിപ്പോൾ ഈ സന്ദേശം കേൾക്കാത്ത വ്യക്തികളായിരിക്കാം, എവിടെയോ ഇരിക്കുന്നവർ, ഒരു ബന്ധവുമില്ലാത്തവരായിരിക്കാം. ജീവിതത്തിൻ്റെ സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഒരു പ്രതികൂലമുണ്ടാകുമ്പോൾ ഈ കേട്ട വചനം അവിടെ ക്രിയ ചെയ്തില്ല എങ്കിൽ നാം നമ്മെ തന്നെ മരിപ്പിച്ചില്ല. ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരം നാം നമ്മെ വളർത്തുന്നില്ല, വളരുവാൻ സമർപ്പിച്ചില്ല. കർത്താവിന് എന്നിൽ നിൽക്കാൻ കഴിയാത്ത തരത്തിലായിരിക്കുന്നു. പൂർണ്ണമായും ആ കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും ക്രിസ്തുവിനെ മാത്രം മനസ്സിൽ കണ്ടാൽ, ഈ ലോകത്ത് ജഡപ്രകാരം നിൽക്കുന്ന ബന്ധം എന്തായാലും എനിക്ക് വേണ്ടില്ല എന്ന് പറഞ്ഞാൽ അവർ നോക്കി നിൽക്കേ അവരുടെ നടുവിലൂടെ കർത്താവ് നമ്മെ മുകളിലേക്ക് കൊണ്ടുപോയി നിത്യകാലം കർത്താവിനോടുകൂടെ വാഴാം. അതല്ല, കാണുന്ന ജഡശരീരത്തെ നോക്കിയിട്ട് ഞാൻ ചെറുതായി പോയില്ലേ, ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ, എനിക്ക് പറയാതിരുന്നാൽ കഴിയും, ഞാൻ തീർന്നു പോയല്ലോ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവരോടൊപ്പം ഈ കത്തിക്കാൻ വെച്ചിരിക്കുന്ന ഭൂമിയിൽ തന്നെ ദൈവം കത്തിച്ച് കളയും. സോദോമിൻ്റെ നാളുകൾ പോലെ പിന്നെ കൂട്ടിക്കെട്ടി കത്തിക്കുക അത്രയേ ബാക്കി. അപ്പോൾ ഞാൻ ഇന്ന് ഈ ശരീരവുമായി ഇവിടെ വരിക മാത്രമല്ല, എൻ്റെ അകത്തെ മനുഷ്യനെ കൂടെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് വളരുവാനും ആ വളർച്ചയിലൂടെ എൻ്റെ ശരീരവും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കരങ്ങളെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, വചനം അങ്ങാകുന്നു. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ, അങ്ങേക്ക് മുമ്പിൽ കരമുയർത്തിയിരിക്കുന്നു. നമ്മളുടെ ജീവിതം കർത്താവെ ക്രിസ്തുവിന് യോഗ്യമായ രീതിയിൽ ജീവിപ്പാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. എൻ്റെ ബുദ്ധി, എൻ്റെ സാഹചര്യം, എൻ്റെ പ്രായം, അല്ലെങ്കിൽ എന്തൊക്കെയോ ഞാൻ, എൻ്റെ അറിവ്, ബുദ്ധി, ബോധം, വളർച്ച, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് എന്നിൽ അഫലമായിട്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് കർത്താവിൻ്റെ ഹിതമായ രീതിയിൽ പരിജ്ഞാനത്തോടുകൂടി ആയിരിക്കാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. നമ്മുടെ സകല പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പൂർണ്ണമായി ക്ഷമിച്ച് അങ്ങയുടെ ആത്മാവിനാൽ വഴി നടത്തപ്പെടണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന ലെവലിൽ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിൽ തേജസ്സിൽ എടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. അതിനായി നാം കരങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവെ, ഈ കരം ഉയർത്തിയിരിക്കുന്നത് ഞാൻ ഏതുമില്ല, ഐ സറണ്ടർ ആൾ. എൻ്റെ കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രായം കൊണ്ടോ ഒന്നുകൊണ്ടുമല്ല, ദൈവത്താൽ അത്രേ സകലതും സാധ്യം എന്നത് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന കരുണയുള്ള കർത്താവെ, ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. കരുണയുള്ള കർത്താവെ, കരുണയോടെ ഇരിപ്പാൻ സഹായിക്കണമേ. ദൈവജനത്തെ ജീവിപ്പാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവനാമ മഹത്വത്തിന് വേണ്ടി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.